രാഷ്ട്രീയ കേരളത്തിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണ ശൈലി. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പിന്നാലെ ശൈലി മാറ്റണമെന്ന ഉപദേശങ്ങൾ സ്വന്തം അണികളിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നും വരെ ഉയർന്നിട്ടും തന്റെ തനത് ക്യാപ്റ്റൻ ശൈലിയിൽ മാറ്റമൊന്നും വരുത്താൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് ഡൽഹിയിലെ പുതിയ സംഭവം വ്യക്തമാക്കുന്നത്. പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകളും ചോദ്യങ്ങളും ഉയരുമ്പോൾ പതിവ് പോലെ നിയന്ത്രണം നഷ്ടമാകുന്ന പിണറായി വിജയനെയാണ് ഡൽഹിയിൽ ഇന്ന് വീണ്ടും കണ്ടത്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി സമീപിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ ഈ വടിയും പിടിച്ച് നിൽക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ മടിയെയാണ് വീണ്ടും കാണിക്കുന്നത്. LDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യവും കോപവുമാണെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടും അക്കാര്യത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല. പിണറായി വീണ്ടും മാധ്യമങ്ങൾക്ക് നേരെ ക്ഷുഭിതനായി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുമെന്നും നിങ്ങൾ ഇവിടെ ഈ വടിയും പിടിച്ചു നിൽക്കേണ്ടതില്ല എന്നും പിണറായി ഡൽഹിയിൽ മാധ്യമങ്ങൾക്ക് നേരെ കയർത്തു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷം കേരള ഹൌസിൽ തിരിച്ചെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ മൈക്കുമായി പിണറായിയെ സമീപിച്ചത്. വിഴിഞ്ഞ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ടോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ സംസാരിക്കാൻ തയ്യാറാവാത്ത പിണറായി ദേഷ്യത്തോടെ മാധ്യമപ്രവർത്തകരെ നേരിടുകയായിരുന്നു. വിഴിഞ്ഞ ഓഹരി കൈമാറ്റ വിഷയത്തിലും ദിവ്യ എസ് അയ്യരുടെ സ്ഥലം മാറ്റ വിഷയത്തിലും CPM-ൽ രണ്ടഭിപ്രായം ഉയരുന്നതിൽ പിണറായിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഓഹരി കൈമാറ്റ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായി എന്നാണ് EP ജയരാജൻ നിലപാടെടുത്തത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ വിമർശിച്ചുകൊണ്ട് ജയരാജന്റെ അതേ നിലപാട് PK ശ്രീമതിയും വ്യക്തമാക്കി. സ്ഥലമാറ്റ വിഷയത്തിൽ സർക്കാരിന് അധികാരമുണ്ടെന്നും രാഗേഷ് വിമർശിക്കുമ്പോൾ വ്യക്തതയുണ്ടാവണമെന്നും ശ്രീമതി പറഞ്ഞിരുന്നു. അതേസമയം രാഗേഷിനെ പിന്തുണച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. AK ബാലനും തോമസ് ഐസക്കും രാഗേഷിന്റെ നിലപാടിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇതോടെ പാർട്ടിയിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നു.